സെൽഫ് എംപ്ലോയ്മെന്റ് എന്താണെന്ന് അറിയാലോ? എന്താണ് സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫേഴ്സ് ആൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ജോബ്. ഇറ്റ് ഇൻവോൾവ്സ് owning and managing your own economic activity to earn livelihood. അതായത് സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. കംപ്ലീറ്റ് ഓണർഷിപ്പ്. എന്താണ്? ഒരാൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഓണർഷിപ്പ്. വേരിയബിൾ ഇൻകം, നമ്മുടെ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം നമുക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഡിസിഷൻ ഫ്രീഡം, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റിസ്ക് ആൻഡ് റിവാർഡ്, റിസ്ക് ആണെങ്കിലും അതുപോലെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ലോസ് കിട്ടുകയാണെങ്കിലും ഒക്കെ അതെന്താണ്, അവനവൻ തന്നെ സഹിക്കണം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഫസ്റ്റ് ഓൺട്രപ്രണർഷിപ്പ്, ലോഞ്ചിങ് പാഡ് ഫോർ ഇന്നോവേഷൻ. പിന്നെ നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി, ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ്. എന്റർപ്രണർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങുകയാണ്, പുതിയൊരു സംരംഭം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പോൾ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്മോൾ സ്കെയിൽ ബെനിഫിറ്റ്, ലോവർ ക്യാപിറ്റൽ ക്വിക്ക് ഡിസിഷൻ. അതായത് നമ്മൾ കുറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമുക്ക് തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് റവന്യൂ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡിങ്. ട്രേഡിങ്ങിൽ വരുന്നത് ഗ്രോസറി സ്റ്റോറ്, സ്റ്റേഷനറി ഷോപ്പ്, ഹോൾസെയിൽ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ട്രേഡിങ്ങിൽ വരുന്നത്. പിന്നെ മാനുഫാക്ചറിങ്ങിൽ ബേക്കറി, ബ്രിക്ക് മേക്കിംഗ്, ഫാമിങ്, ഡയറിങ്, പോൾട്രി, ഫിഷറീസ്, നമ്മളെ മീൻ പിടിക്കുക അല്ലെങ്കിൽ ഫാം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് സർവീസ്, ഇപ്പൊ ഒരാൾ മാത്രം നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റിന് എക്സാമ്പിൾ ആണല്ലോ ടൈലറിങ്, മോട്ടോർ റിപ്പയർ, ഹെയർ സ്റ്റൈലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി പ്രൊഫഷണൽ സർവീസ്, ലോയർ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആർക്കിടെക്ട്, ജേർണലിസ്റ്റ്, അതൊക്കെ എന്താണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റിൽ വരുന്ന പ്രൊഫഷണൽ സർവീസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ് എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ് ആക്റ്റീവ്ലി മാനേജ്ഡ് ബൈ ഓണർ, ഓപ്പറേറ്റിംഗ് ലോക്കലി ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ ഇൻ സൈസ്. അതായത് ചെറിയ ബിസിനസ് ആയിരിക്കും, ചെറിയ സൈസ് ആയിരിക്കും. ഇത് മാനേജ് ചെയ്യുന്നത് ഒക്കെ ആരാണ്? ഓണർ ആയിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ. ഇൻ ഇന്ത്യ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി ഡിറ്റർമൈൻ സ്മോൾ ബിസിനസ് സ്റ്റാറ്റസ്. എന്താണ് ഇതില്? സ്മോൾ ബിസിനസ് ആവുമ്പോൾ അതിൽ ക്യാപിറ്റലും ഒക്കെ കുറവായിരിക്കും. പിന്നെ മാനുഫാക്ചറിങ് എന്റർപ്രൈസ്, ഇതില് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 25 lakhs മുതൽ 5 crore വരെ ആയിരിക്കും. പിന്നെ സർവീസ് എന്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10 lakh മുതൽ 2 crore വരെ ആയിരിക്കും. 10 lakh മുതൽ 2 crore വരെ. പിന്നെ ടൈപ്സ് ഓഫ് സ്മോൾ ബിസിനസ്. ഫസ്റ്റ് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ്. സ്മോൾ സ്കെയിൽ എന്റർപ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5 crore മുതൽ 2 crore വരെയാണ്. പിന്നെ മൈക്രോ എന്റർപ്രൈസ്, മാനുഫാക്ചറിങ് ബിലോ 25 lakhs, സർവീസ് ബിലോ 10 lakhs. മാനുഫാക്ചറിങ് എങ്ങനെയാണ്? 25 lakhs ബിലോ ആയിരിക്കണം. സർവീസ് എങ്ങനെയാണ്? 10 lakh ഇൻവെസ്റ്റ്മെന്റിനെക്കാട്ടിലും ബിലോ ആയിരിക്കും. ആൻസിലറി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, ഇവിടെ സപ്ലൈ അറ്റ്ലീസ്റ്റ് 50% ഓഫ് പ്രൊഡക്ഷൻ ടു അനദർ ഇൻഡസ്ട്രി. ഇതിൽ സപ്ലൈ എങ്ങനെയായിരിക്കണം? മറ്റൊരു ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ 50% ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കണം. പിന്നെ വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസിൽ റൂറൽ യൂണിറ്റ്സ് യൂസിങ് ട്രഡീഷണൽ സ്കിൽ ആൻഡ് ഫാമിലി ലേബർ. വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രികളിൽ അങ്ങനെയുള്ളത്. ഇനി ഗവൺമെന്റ് സപ്പോർട്ട് ഫോർ സ്മോൾ ബിസിനസ്. അതായത് നമ്മളിങ്ങനെ ചെറുകിട വ്യാപാരങ്ങൾ തുടങ്ങുമ്പോൾ അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൾ ഉണ്ട്.
ഫസ്റ്റത്തെയാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഫിനാൻഷ്യൽ ആയിട്ട് ഇപ്പൊ സബ്സിഡികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കൊടുക്കും. പിന്നെ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്, അതായത് നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ടാക്സ് ബെനിഫിറ്റുകൾ, ഇപ്പൊ ടാക്സ് റിഡക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും. ഇൻഫ്രാസ്ട്രക്ചറൽ സപ്പോർട്ട്, ലാൻഡ്, പവർ, വാട്ടർ അങ്ങനെയുള്ള സഹായങ്ങളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഫ്രെയിംവർക്ക്, ഫസ്റ്റത്തെയാണ് സിഡ്ബി, പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ എന്റർപ്രൈസ്. അതായത് സ്മോൾ എന്റർപ്രൈസിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് സിഡ്ബി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് നബാർഡ്, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസിങ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്ടർ. ഈ അഗ്രികൾച്ചർ ഏരിയയിലോ അതുപോലെയുള്ള റൂറൽ ഏരിയയിലൊക്കെയുള്ള ബിസിനസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് നബാർഡ്. തേർഡ് വൺ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ, പ്രൊവൈഡ് ഡിസ്ട്രിക്ട് ലെവൽ സപ്പോർട്ട്. അതായത് ഡിസ്ട്രിക്ട് ലെവലിൽ ഉള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നതാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ എന്ന് പറയുന്നത്. അവരിങ്ങനെ കുറെ സ്കീമുകൾ ഉണ്ടാവും, അപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് പറയുന്ന സ്പെഷ്യൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്, ഈ മുദ്ര സ്കീമുകള്, സ്കിൽ ഇന്ത്യ മിഷൻ, സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ, സ്റ്റെപ്പ് ഫോർ വുമൺ, ഇതാണ് നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.